എതിർക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ ഇന്ത്യയെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഈ ഇന്ത്യയിൽ നരേന്ദ്രമോദിയോ ബിജെപിയോ അധികാര കസേരകൾ സ്വപ്നം കാണുന്നതിന് മുമ്പ് അവർക്ക് ഈ രാജ്യത്തെ അവർക്ക് ഈ രാജ്യത്തെ കൈവെള്ളയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് ISRO രൂപീകരിച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് 1947 തന്നെ പ്രധാനമന്ത്രി അതിന് നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് IIT ഉണ്ടാക്കി. ഈ രാജ്യത്ത് സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കുവാൻ സൗകര്യമൊരുക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകൾ ഉണ്ടാക്കി. നമ്മുടെ കുട്ടികൾ ഇന്ന് ലോകത്തെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ പോവുകയും ഈ രാജ്യത്തെ ഓരോ മേഖലയും വെട്ടിപ്പിടിക്കാൻ പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ നെഹ്റുജിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മറന്നു പോകരുത്. അവരുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും എന്ന് മറന്നു പോകരുത്. നമ്മൾ കാർഷിക വിപ്ലവത്തെ കുറിച്ച് അറിയാലോ. ഗ്രീൻ റവല്യൂഷൻ, അതുപോലെ വൈറ്റ് റവല്യൂഷൻ, അത് ഈ രാജ്യത്ത് കൊണ്ടുവന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ പാർട്ടി അധികാരം സ്വപ്നം കാണുന്നതിന് മുമ്പാണ്. അതിന് മുമ്പാണ് ഈ രാജ്യത്തെ നിലനിൽക്കുവാൻ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുന്ന പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കാർഷിക വിപ്ലവങ്ങൾ ഒക്കെയും കൊണ്ടുവന്നത് ഈ രാജ്യത്തെ BJP-ക്കാരൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ്. ഇന്ന് മോദിജി പറയുന്ന ഗ്യാരണ്ടി ഈ രാജ്യം ഭിന്നിക്കുന്ന ഗ്യാരണ്ടിയാണ്. ഇന്ന് മോദിജി പറയുന്ന ഗ്യാരണ്ടി ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഗ്യാരണ്ടിയാണ്. കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന ഗ്യാരണ്ടിയാണ്. ആ മോദിയെ ഇന്ത്യക്ക് വേണ്ടെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പിന്നെന്തിനാണ് ഒരു ഉപാധി? നമ്മൾ ഒറ്റയ്ക്ക് ജയിക്കാൻ നോക്കേണ്ട സമയമായത് ആണോ? അല്ലല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് ഈ കാലത്ത് കാര്യമുണ്ടോ? നിങ്ങൾ പറ. എന്തുകൊണ്ടാണ് CPI-യും CPM-ഉം LDF-ഉം വിമർശിക്കപ്പെടുന്നത് എന്നതിന് ഞങ്ങൾക്കൊരു ഉത്തരവുണ്ട്. അത് ഈ രാജ്യം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കണ്ടുകൊണ്ടാണ്. പലതരം പ്രതിസന്ധികൾ ഈ രാജ്യത്തുണ്ടല്ലോ, പലതരം പ്രയാസങ്ങളുണ്ടല്ലോ. അതിനിടയിൽ ഒരു ഉത്തരവേ ഉള്ളൂ. ഈ രാജ്യം ഫാസിസ്റ്റുകളുടെ കയ്യിലാണുള്ളത്. അവരെ തിരിച്ചു പിടിക്കാൻ അതിന് കഴിയുന്ന ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കണ്ടേ? അതല്ലേ മുദ്രാവാക്യമാവേണ്ടത്? അതിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? എന്തുകൊണ്ടാണ് CPI-ക്കോ CPM-നോ ഇവിടുത്തെ LDF-നോ അത് കഴിയാതെ പോകുന്നത്? ഞങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞ് താൽക്കാലികമായ ഏതെങ്കിലും മണ്ഡലങ്ങൾ പറഞ്ഞ് അവിടെ മാത്രം ജയിച്ചാൽ മതിയോ? ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഈ രാജ്യം തട്ടിയെടുക്കാൻ കഴിയുമോ? പോരടിച്ച് പിടിച്ചെടുക്കാൻ കഴിയുമോ? ഈ രാജ്യത്തെ മുഴുവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഏത് സാധാരണക്കാരനും തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ? എന്തുകൊണ്ടാണ് CPI-ക്കോ CPM-നോ അത് കഴിയാതെ പോകുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യത്തെ നോക്കി പറഞ്ഞത്, ഞങ്ങൾ കുറെ ജയിലിൽ കിടന്നവരാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ജയിലിൽ കിടന്നിട്ടുണ്ട്. നിങ്ങളുടെ മുത്തശ്ശിയോടൊന്ന് ചോദിച്ചു നോക്ക് എന്നാണ്. ആ കാലത്ത് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാലോ ആരാണ് മുഖ്യമന്ത്രി. ഇവിടെ മത്സരത്തിനിറങ്ങിയ CPI-ക്കാരന്റെ പാർട്ടി അല്ലേ? സംശയം ആർക്കെങ്കിലും? ഈ രാജ്യത്ത് ഈ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സമയത്താണ് ഈ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അന്ന് ജയിലിൽ കിടക്കുന്നത്. ആ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു CPI ഉണ്ടായിരുന്നത്. എന്താണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി സുനിൽകുമാറിന് ആ വിഷയത്തിൽ പറയാനുള്ള മറുപടി? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ ചോദിക്കട്ടെ. പിണറായി വിജയൻ ഒരു കമന്റ് പറയുമ്പോ ഞങ്ങളെ ജയിലിട്ടത് ഇന്ദിരാഗാന്ധിയാണെന്ന് പറയുമ്പോ അത് അച്യുതമേനോൻ കേരളം ഭരിക്കുന്ന കാലമാണ്. CPI-ക്കാരുടെ നിലപാട് നമുക്കറിയേണ്ടതുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറ. എന്നിട്ടല്ലേ ബാക്കി പറയുന്നത്? ഞങ്ങൾ പറയുന്നത് ആര് ഭരിച്ചാലും ഈ രാജ്യത്ത് ആര് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിവെക്ക്. അതൊന്നും പറയേണ്ട വേദിയല്ല. അതിനൊക്കെ അപ്പുറത്ത് ഈ രാജ്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിടാൻ വേണ്ടി ആരൊരുങ്ങുന്നുവോ അവരുടെ കൂടെ നിൽക്കണം. അങ്ങനെ നിലപാടുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയന് ഈ നരേന്ദ്രമോദിയുടെ വാദങ്ങൾ ചേർത്ത് പിടിക്കേണ്ടി വരുമായിരുന്നോ? ഞങ്ങളുടെ ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ഈ രാജ്യത്തെ മുഴുവൻ പോരാട്ടം നയിക്കുന്ന ഒരു നായകനെ തുറത്താൻ വേണ്ടി പത്രസമ്മേളനം നടത്തുന്നത്? രാഹുൽ ഗാന്ധിയെ താറടിച്ചു കളിക്കാൻ 2014 തൊട്ട് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്ന വാദങ്ങൾ തന്നെ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രിയും പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് മോദി ആഗ്രഹിക്കുന്ന കമന്റുകൾ പിണറായി വിജയൻ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ മുഖ്യമന്ത്രിമാർ, ഈ രാജ്യത്തെ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിമാർ ഓരോന്നോരോന്നായി ജനങ്ങളിലേക്ക് അയക്കുമ്പോ
അവരുടെ കൂടെയാണ് നിങ്ങളും നാളെ എന്ന് മോദി പിണറായിയെ ചൂണ്ടി പറയാത്തത്? ആ ചോദ്യം ഉത്തരം പറയണ്ടേ? എന്തുകൊണ്ടാണ് മോദിജി, ഈ നരേന്ദ്രമോദി, ഈ രാജ്യത്തെ ഡിക്റ്റേറ്ററായ നരേന്ദ്രമോദി ഓരോ സംസ്ഥാനത്തെയും അഴിമതി കഥകളും ഇല്ലാ കഥകളും പറഞ്ഞ് ഈ രാജ്യത്തെ കെജ്രിവാളിനെയും സോറനെയും അടക്കമുള്ള ആളുകളെ ജയിലിലേക്ക് അയക്കുമ്പോ അതിന്റെ കൂടെ ഈ സ്വർണ്ണ വ്യാപാരം നടത്തിയ, തന്റെ പിന്നിൽ നിന്നും ബാക്ക് ക്യാഷ് വാങ്ങിയ, ടേബിൾ ക്യാഷ് വാങ്ങിയ മകളെയും ചൂണ്ടിക്കാണിച്ച് ഈ രാജ്യത്ത് ഈ സ്വർണ്ണ വ്യാപാരം നടത്തുന്നു എന്ന് തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ച ഈ മോദി, ഈ മകളെയും ഈ അച്ഛനെയും ഈ പറയുന്ന മോദി അറസ്റ്റ് ചെയ്യാൻ പ്രഖ്യാപനം നടത്തുന്നു. നിങ്ങൾ എവിടെയും കണ്ടോ? ഏതെങ്കിലും ഒരു ഇഡി തിരുവനന്തപുരത്ത് വന്നോ? പിണറായി വന്നോ? ഇല്ലല്ലോ. എന്താണ് ഇവർക്കിടയിൽ അഡ്ജസ്റ്റ്മെന്റ്? ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുമ്പോ അതിന്റെ നായകൻ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ്. വയനാട്ടിലാണ് മത്സരം. വയനാട്ടിൽ മത്സരിക്കുമ്പോ എല്ലാവർക്കും അറിയുന്നത് പോലെ അവിടെ മത്സരിക്കാൻ തയ്യാറാവുന്നത് CPI-യും അവർക്ക് പിന്നിൽ നിൽക്കുന്നത് CPM-ഉമാണ്. CPM അവർ കഴിയുന്നത് പോലെ ഈ ഇന്ത്യ മുന്നണിയുടെ നായകനെ മുന്നിൽ വെച്ചാൽ അവർക്ക് ഈ രാജ്യത്ത് അവരുടെ പോരാട്ടം നയിക്കുന്ന നായകനെ തളർത്തിയിടാം. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന പോലെ കൃത്യമായി ഈ രാജ്യത്തെ പിടിച്ചടക്കുവാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി മുന്നിൽ പോരാട്ടം നയിക്കുന്ന നായകനെ തളർത്തിയിടാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് പോരാട്ട നായകനായി നമ്മൾ ഹൃദയത്തിൽ സൂചിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ നേരിടാൻ അവർ ഏൽപ്പിക്കുന്നത് പിണറായി വിജയനെയാണ്. അതല്ലേ നമ്മൾ കാണുന്നത്? അതുകൊണ്ടല്ലേ ഈ പണിയൊക്കെ എടുക്കുന്നത്? അതിന്റെ നന്ദിയല്ലേ പിണറായി വിജയന്റെ മടിയിലേക്ക് ഇതുവരെ ഈടി കയറാത്തത്? അതുകൊണ്ടല്ലേ ഈ സ്വർണ്ണക്കച്ചവടം നടത്തിയ ഈ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഈടി കയറാത്തത്? അതുകൊണ്ടല്ലേ പിണറായി വിജയന്റെ മകളുടെ അടുത്തേക്ക് ഈടി പോവാത്തത്? നമ്മളൊക്കെ വിചാരിച്ച SFIO എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു സംഭവമാണ്. നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചോ? SFIO ഒരു പ്രത്യേകതയുണ്ട്. SFIO ഒരു അന്വേഷണം ആരംഭിച്ചാൽ മറ്റാർക്കും അതിൽ ഇന്റർഫിയർ ചെയ്യാൻ കഴിയില്ല. മുഖ്യമന്ത്രിയായാലും ആരായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ മാത്രം ഇടപെടാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന SFIO ഏജൻസി. മറ്റൊരു ഏജൻസിക്ക് അവിടെ വന്ന് അവർക്കെതിരെയുള്ള അന്വേഷണത്തെ കുറിച്ച് റിപ്പോർട്ട് എടുക്കുവാനോ അവരെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുവാനോ ആർക്കും കഴിയില്ല. വളരെ പ്ലാൻഡായി ഈ രാജ്യത്ത് നടത്തിയ ഓപ്പറേഷനാണ് ഈ പറയുന്ന SFIOയുടെ അന്വേഷണം. അതിന്റെ ഭാഗമായി ഇന്നും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ മകളാണ്, വീണ വിജയനാണ്. ഈ വീണ വിജയനെ പ്രൊട്ടക്ട് ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കൊണ്ടുപോയി കേരളം വെച്ചു കൊടുക്കാമെന്ന് കരുതണ്ട. അത് അനുവദിക്കാനും പോകുന്നില്ല. അതിന്റെ ആദ്യ പടിയായി നിങ്ങൾ തൃശ്ശൂർ എടുക്കുമ്പോ തൃശ്ശൂർ ഞങ്ങളുടെ സാംസ്കാരിക ഭൂമിയാണ്. ഇത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഈ മണ്ണിൽ നിന്നും RSSകാരെ കെട്ടിവെട്ടിക്കും. ഓരോ CPM-കാരനും CPI-കാരനും അത് കൊതിക്കണ്ട. പിണറായി വിജയന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന CPI-കാരാ ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ നിലപാടുണ്ടാവണം എന്നതാണ്. എല്ലാം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പല ചർച്ചയും ഉണ്ടാവും, പല കാര്യങ്ങളും പറയും. പക്ഷെ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയുവാനുള്ളത് നിങ്ങളെ വഞ്ചിക്കുകയാണ്. ടേബിൾ സിറ്റിംഗ് നടന്നിട്ടുണ്ട്. ടേബിളിന് പിറകിൽ സിറ്റിംഗ് നടന്നതിന്റെ ഭാഗമായാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോ ഇവർ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും. ആ സൗകര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഒരു തവണയെങ്കിലും നരേന്ദ്രമോദി എന്ന് പറയാത്ത ഈ പിണറായി വിജയൻ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വിവാദമായി കേരളം ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ നരേന്ദ്രമോദിക്ക് എന്താ വിമർശനം പറയുന്നത്? ഈ കേരളത്തിന് ഫണ്ട് തരുന്നില്ല എന്നാണ്. അതായത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. സാധാരണക്കാരെ മനുഷ്യർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ പ്രശ്നമല്ല. ലീഡർ പ്രിയപ്പെട്ട വേദിയിലേക്ക് വരുന്നുണ്ട്.